വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. ആദ്യം നമുക്ക് ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ചിക്കൻ ചെറിയ പീസാക്കിയത് 1 kg, സവാള 3 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, തക്കാളി 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് കീറിയത് 3 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ, കറിവേപ്പില, ചിക്കൻ മസാല 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പുപൊടി, തൈര് 2 ടേബിൾ സ്പൂൺ, മല്ലിയില 1 നാരങ്ങയുടെ പകുതി. ഇനി നമുക്ക് റൈസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ബസ്മതി റൈസ് 3 കപ്പ് 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, സവാള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, കശുവണ്ടി, ഉണക്കമുന്തിരി, തക്കോലം 2 എണ്ണം, കുരുമുളക് 6 എണ്ണം, കറുവാപ്പട്ട 2 എണ്ണം, ഏലക്ക 6 എണ്ണം, ഗ്രാമ്പൂ 7 എണ്ണം, ജീരകം 1/4 ടീസ്പൂൺ, ഫുഡ് കളർ ലെമൺ യെല്ലോ, നെയ്യ്, ബിരിയാണി എസൻസ്, ഓയിൽ. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ അരി വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, തക്കോലം, കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ബിരിയാണി എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം വേണം അരി ഇടാൻ. ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഇളക്കി വഴറ്റാം. സവാള വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി വഴറ്റാം. സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ നന്നായിട്ട് കുക്കാവണം. ചിക്കൻ കുക്കാവുന്ന സമയത്ത് നമുക്ക് റൈസിൻ്റെ വെള്ളം തിളച്ചോന്ന് നോക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അരി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം.
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാല എല്ലാം ചിക്കനിൽ നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാനിവിടെ മസാലയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഗ്രേവി എല്ലാം നല്ല തിക്കായി വരണം. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഹൈദരാബാദി സ്റ്റൈലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല സ്പൈസിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇത് നന്നായി കുക്കാവാൻ നമുക്കൊരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതൊരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കണം. ഇനി നമുക്ക് റൈസ് വെന്തോ എന്ന് നോക്കാം. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. റൈസ് ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇതൊന്ന് ഞെക്കി നോക്കുമ്പോൾ ഒടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട് എന്നതാണ്. ഇനി നമുക്ക് റൈസിലെ വെള്ളം ഊറ്റി കളഞ്ഞു വയ്ക്കാം. ഇനി നമുക്ക് കശുവണ്ടി, മുന്തിരി എന്നിവ വറുത്തെടുക്കാം. അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കി കശുവണ്ടി വറുത്തെടുക്കാം. ഇത് നന്നായി ഇളക്കി വറുത്തെടുക്കാം. ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് മുന്തിരി വറുത്ത് കോരാം. നന്നായി ഇളക്കി കൊടുക്കണം. മുന്തിരി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ സവോളയും കൂടി വറുത്ത് കോരാം. സവാള എളുപ്പത്തിൽ ഫ്രൈ ആകാൻ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. അതിനായി ഒരു ദോശക്കല്ല് ചൂടാക്കി അതിന് മുകളിൽ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ചുവട് കട്ടിയുള്ള പാത്രം വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല പാത്രത്തിൽ ഫില്ല് ചെയ്യാം. പാത്രത്തിൻ്റെ ചുവട് ഭാഗം ഫുള്ള് കവർ ആകുന്നത് പോലെ വേണം ചിക്കൻ ഫില്ല് ചെയ്യാൻ. നമ്മൾ തയ്യാറാക്കി വെച്ച മുഴുവൻ ചിക്കനും ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇനി നമുക്കിതിന് മുകളിൽ ഒരു ലെയർ റൈസ് നിരത്താം. ചിക്കൻ ഫുൾ കവർ ആകുന്നത് വരെ റൈസ് നിരത്തി കൊടുക്കാം. ഒരു ലെയർ റൈസ് നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, മുന്തിരി ഇവ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ പകുതി കാഷ്യൂവും മുന്തിരിയും ഞാനിവിടെ നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ മല്ലിയില കൂടി വിതറി കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ റൈസ് നിരത്താം. മുൻപത്തെ പോലെ തന്നെ ഫുൾ കവർ ചെയ്ത് റൈസ് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. റൈസിന് ഒരു യെല്ലോയിഷ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് കുങ്കുമപ്പൂ ചേർക്കാവുന്നതാണ്. റൈസിന് യെല്ലോയിഷ് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഒഴിവാക്കാവുന്നതാണ്. ബാലൻസ് വന്ന റൈസ് കൂടി ഇതിന് മുകളിൽ നിരത്തിയിട്ട് ബാക്കിയുള്ള ഫ്രൈയിങ്സ് കൂടിയിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് സവാള, ഉണക്കമുന്തിരി, കശുവണ്ടി എന്നിവ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടി ഒന്നെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് പാത്രത്തിൻ്റെ വാ ഫുൾ കവർ ചെയ്യാം, അല്ലെങ്കിൽ മൈദമാവ് യൂസ് ചെയ്ത് എയർ ടൈറ്റ് ആക്കാം. ഞാനിവിടെ മൈദമാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. വളരെ ഡിഫറൻ്റായ ടേസ്റ്റുള്ള ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണിത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.